ഹലോ മുത്തുമണീസ്, അങ്ങനെ നമ്മുടെ കൊടപ്പുളി മരം ഒരു ഓർമ്മയാകാൻ പോകുന്നു കേട്ടോ. കൊടപ്പുളി ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വില അറിയില്ല എന്നറിയാമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് 4 പ്രാവശ്യം കൊടപ്പുളി മരം ഒടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ തവണ പേടിയേ. എന്നിട്ടും ഇതിപ്പോൾ കൊടപ്പുളി മുറിക്കുന്ന സമയത്ത് ഒരു അടയ്ക്ക മുറിഞ്ഞ് നമ്മുടെ ഷീറ്റിലേക്ക് വീണു, ഒടിഞ്ഞ് വീണു. പിന്നെ അതിൻ്റെ ആ കൊടപ്പുളി മരത്തിൻ്റെ തൊട്ടടുത്തുള്ള അടയ്ക്കും അത് കാരണം കൊണ്ട് മുറിച്ച് കളഞ്ഞു. അതും കേടായി നിൽപ്പായിരുന്നു. മരം മുറിക്കാൻ കയറിയപ്പോൾ നല്ല കട്ടുറുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടനെ ഒരുപാട് കടിച്ച് ഇതാക്കിയപ്പോഴേക്കും പിന്നെ ആളിറങ്ങി വന്ന് മരുന്നൊക്കെ തെളിച്ചതിന് ശേഷമാണ് വീണ്ടും കീറിയത്. പിന്നെ നമ്മുടെ അബുക്കുട്ടന് മരം മുറിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ഞങ്ങളെല്ലാം വഴക്ക് പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ചതാണ്. ആൾ കുറേ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഭാഗ്യത്തിനാണ് മറ്റേ അടയ്ക്കാമരം ഒടിഞ്ഞ് വീണപ്പോൾ ആരും അതിൻ്റെ അരികത്ത് ഉണ്ടായിരുന്നില്ല, ഷീറ്റിലേക്കാണ് വീണത്. അപ്പോൾ ഇനി കൊടപ്പുളി പറക്കാൻ പറഞ്ഞ് മക്കളുടെ തല്ല് പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി. പക്ഷേ കുടപ്പുളി ഇല്ലാതെ നമ്മളായിരിക്കും അതിൻ്റെ വിഷമം ഇനി അറിയാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ തവണ സത്യൻ ചേട്ടൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ മരം മുറിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ ശ്വാസം പിടിച്ചാണ് നിന്നത്. ഈ തവണ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കഴിഞ്ഞ തവണത്തെ അത്ര പ്രശ്നം ഉണ്ടായില്ല. ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സത്യൻ ചേട്ടൻ മരം മുറിച്ചില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഈ തവണ നിങ്ങൾ കമൻ്റ് ഇടുക, മുറിച്ചത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. പിന്നെ വീടിന് ദോഷം വരുന്ന മരങ്ങൾ നമുക്ക് വെച്ചിരിക്കാനും പറ്റില്ലല്ലോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.